Theories of leadership. Leadership is the process of influencing others towards the accomplishment of goals. Recent efforts by behaviorists have shown a trend towards integrating the numerous theories of leadership. A number of theories and approaches to study leadership have been developed. There are broadly three theories of leadership. They are trait theory, behavioral theory, contingency theory. ലീഡർഷിപ്പ് തിയറീസിനെ ബ്രോഡ്ലി മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ട്രേറ്റ് തിയറി, ബിഹേവിയർ തിയറി ആൻഡ് കണ്ടിൻജൻസി തിയറീസ്. എന്തൊക്കെയാണ് ഈ തിയറി എന്ന് നമുക്ക് നോക്കാം. ദിസ് ട്രേറ്റ് തിയറി. This theory of studying leadership is taken into consideration to analyze personal, psychological and physical traits of strong leaders. The assumption made in this theory was some basic traits or set of traits differentiates leader from non-leaders. For example, the leadership traits might include intelligence, assertiveness, above average height, self-confidence, initiative and understanding of interpersonal human relation. The existence of these traits determines the importance of leadership. Possession of these traits help the individuals to gain possession of leadership. Since all individuals do not have these qualities, only those who have them would be considered potential leaders. Trait theory of leadership. Specific personality traits of leaders ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ലീഡറിനെയും ലീഡറിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന തിയറിനെയാണ് ട്രേറ്റ് തിയറീസ് എന്ന് പറയുന്നത്. ഈ തിയറി പറയുന്നത് ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. ഈ തിയറി കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ലീഡറിൻ്റെ പേഴ്സണൽ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തിയറി പറയുന്നത് ഇതിൽ ഉണ്ടാവുന്ന ലീഡർഷിപ്പ് ട്രേറ്റിൽ ഇൻ്റലിജൻസ്, ഹൈറ്റ്, സെൽഫ് കോൺഫിഡൻസ്, ഇനീഷ്യേറ്റീവ്, ഇതൊക്കെ ഇൻ്റർപേഴ്സണൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഒരു ലീഡറിന് വേണമെന്നാണ് ട്രേറ്റ് തിയറി പറയുന്നത്. ഈ പൊസിഷനൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ ലീഡർഷിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഇൻഡിവിജ്വലിനും ഈ ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ളവർക്ക് മാത്രമേ പൊട്ടൻഷ്യൽ ലീഡേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതായത് ചില പേഴ്സണൽ ട്രേറ്റ്സും സൈക്കോളജിക്കൽ, ഫിസിക്കൽ ട്രേറ്റ്സും ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ലീഡേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ട്രേറ്റ് തിയറി പറയുന്നത്. ഈ തിയറിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് all the traits are not identical with regard to essential characteristics of a leader. Some traits may not be inherited but can only be acquired by training. It does not identify the traits that are most important and that are least important for a successful leader. It does not explain the leadership failures in spite of required traits. It has been found that many traits exhibited by leaders are also found among followers without explaining as to why followers could not become leaders. It's difficult to define traits in absolute terms. Trait theory has been criticized for lack of conclusiveness and predictability. ഈ തിയറിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എല്ലാ ട്രേറ്റുകളും ഐഡൻറ്റിക്കൽ അല്ല. ഒരു പർട്ടിക്കുലർ ലീഡറിൻ്റെ ക്യാരക്ടറിൽ എല്ലാ ട്രേറ്റുകളും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. ചില ട്രേറ്റ്സുകളൊക്കെ ബോൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാവില്ല. നമുക്കത് ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രേറ്റ്സ് ആണ്. ഈ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്, ഒരു ലീഡറിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ഏതാണ്, അതുപോലെ തന്നെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേണ്ടിയിട്ടുള്ള ട്രേറ്റ് ഏതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഇനി ലീഡേഴ്സിനുള്ള പല ട്രേറ്റ്സുകളും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിയറി എന്തുകൊണ്ട് ഫോളോവേഴ്സ് ലീഡേഴ്സ് ആവുന്നില്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ട്രേറ്റ്സിന് ഒരു ആബ്സല്യൂട്ട് ടേംസിൽ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് ലാക്ക് ഓഫ് കൺക്ലൂസീവ്നെസ്സും ഉണ്ട്, ലാക്ക് ഓഫ് പ്രഡിക്റ്റബിലിറ്റിയും ആണ് ഈ തിയറിൻ്റെ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറിയാണ് ബിഹേവിയറൽ തിയറി. ദി ബിഹേവിയറൽ തിയറി അസ്യൂംഡ് ദാറ്റ് ഇഫക്റ്റീവ് ലീഡേഴ്സ് behaved differently from ineffective leaders. It is also identified the need of consistency of behavior of good leaders. This theory can be more clearly understood with the help of following case studies. ബിഹേവിയറൽ തിയറി പറയുന്നത് ഇഫക്റ്റീവ് ലീഡേഴ്സ് ഇന്നെഫക്റ്റീവ് ലീഡേഴ്സിനെ പോലെയല്ല ബിഹേവ് ചെയ്യുക, അവർ ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡറിൻ്റെ ബിഹേവിയറിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും എന്നുകൂടി ബിഹേവിയറൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബിഹേവിയറൽ തിയറി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2-3 കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ബിഹേവിയറൽ തിയറീനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് മിഷിഗൺ സ്റ്റഡീസിൻ്റെ ബേസിലുള്ള കേസ് സ്റ്റഡിയാണ് പറയുന്നത്. മിഷിഗൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് റെൻസിസ് ലിക്കേർട്ടിൻ്റെ ബേസിലുള്ള റിക്കേർട്ടും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സുമാണ്. began studying leadership in the late 1940s, depending on the broad discussion with both the managers and subordinates. The Michigan studies identified 2 forms of leadership behavior. They are discussed below. Michigan studies അപ്പോൾ ബിഹേവിയറൽ സ്റ്റഡീസിൻ്റെ ബേസിലുള്ള ഒരു സ്റ്റഡിയാണ്. ലിക്കേർട്ടിൻ്റെ അണ്ടറിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. 1940s മിഷിഗൺ സ്റ്റഡീസിൽ 2 ഫോംസ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ജോബ് സെൻറ്റേർഡ് ലീഡർഷിപ്പ് ബിഹേവിയർ. സെക്കൻഡ് വരുന്നത് എംപ്ലോയി സെൻറ്റേർഡ് ലീഡർഷിപ്പ് ബിഹേവിയർ. Job centered leadership behavior. The first was called job centered leadership behavior, which focuses on performance and efficient completion of assigned tasks. A job centered leader interacts with group members to explain task procedures and oversee their work. ഒരു ജോബ് സെൻറ്റേർഡ് ലീഡർഷിപ്പ് ബിഹേവിയർ ആവുന്ന സമയത്ത് ആ ലീഡർ ഫോക്കസ് ചെയ്യുന്നത് അയാൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് എഫിഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും. അദ്ദേഹം ടീം മെമ്പേഴ്സിനോട് ടാസ്ക് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അവരുടെ വർക്കൊക്കെ ഓവർസീ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി സെൻറ്റേർഡ് ലീഡർഷിപ്പ് ബിഹേവിയർ ആണ്. The second behavior was identified as employee-centered leadership behavior, which focuses on high performance standards to be accomplished. This can be done by developing a cohesive work group and ensuring that employees are satisfied with their job. Thus, the leader's primary consideration is the welfare of subordinates. The Michigan researchers thought a leader could show signs of one kind of behavior, both not. മിഷിഗൺ സ്റ്റഡീസിലെ സെക്കൻഡ് പറയുന്നത് എംപ്ലോയി സെൻറ്റേർഡ് ലീഡർഷിപ്പ് ബിഹേവിയർ ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു നല്ലൊരു വർക്ക് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതായത് കൊഹേസീവ് വർക്ക് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് വർക്കേഴ്സിന് ആ ഗ്രൂപ്പിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക ചെയ്യുക. അങ്ങനെയുള്ള ഒരു വർക്ക് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ വർക്ക് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ എംപ്ലോയീസും അവരുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലീഡർ പ്രൈമറിലി ജോബിനെല്ലാ കൺസേൺ പ്രൊവൈഡ് ചെയ്യേണ്ടത് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ വെൽഫെയറിനായിരിക്കണം.
ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവർ എംപ്ലോയീസിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവരെ അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുകയും ലീഡറിന് അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റ് ഇതിലൂടെ അച്ചീവ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അവരുടെ ടീം ഗോൾ അച്ചീവ് ചെയ്യാനും കഴിയും. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസിനാണ് സെക്കൻഡ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റിൽ ജോബിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിഷിഗൺ റിസർച്ചേഴ്സിൻ്റെ ഒരു ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ബിഹേവിയറും ഒരു ഇൻഡിവിജ്വലിന് ഒരുമിച്ചുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് ബിഹേവിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിഹേവിയറൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് കേസ് സ്റ്റഡിയാണ് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്. At about the same time, a group of researchers at Ohio State also began studying leadership. The Ohio State leadership studies also identified two major kinds of leadership behavior or styles, which are as follows: initiating, structure, behavior. In initiating structure behavior, the leader clearly defines leader-subordinate roles so that everyone knows what is expected. The leader also establishes formal lines of communication and determines how tasks will be performed. Consideration behavior. In consideration behavior, leader shows concern for subordinates' feelings and ideas. He attempts to establish warm, friendly, and supportive. Ohio studies മിഷിഗൺ സ്റ്റഡീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആ സെയിം ടൈമിൽ തന്നെ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീസാണ്. ഈ സ്റ്റഡീസിൻ്റെ ബേസിലും രണ്ട് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇനീഷ്യേറ്റിംഗ് ആണ്. ഇനീഷ്യേറ്റിംഗ് ഓർ സ്ട്രക്ചർ ബിഹേവിയർ. സെക്കൻഡ് വൺ കൺസിഡറേഷൻ ബിഹേവിയർ. ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ബിഹേവിയറിൽ ഒരു ഫോർമൽ റിലേഷൻഷിപ്പാണ് അവിടെ ലീഡറും സബോർഡിനേറ്റ്സും തമ്മിലുണ്ടാവുന്നത്. അവിടെ ക്ലിയർ ആയിട്ട് ലീഡർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഓരോ സബോർഡിനേറ്റ്സ്, ലീഡറിൻ്റെ റോൾ എന്താണ്, ഈച്ച് സബോർഡിനേറ്റ്സിൻ്റെ റോൾ എന്താണ്, എന്തൊക്കെയാണ് ഇവരുടെ അടുത്ത് നിന്ന് ലീഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. ഒഫീഷ്യൽ ലൈൻ ഓഫ് റിലേഷൻഷിപ്പാണ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ബിഹേവിയറിൽ ഉണ്ടാവുന്നത്. കൺസിഡറേഷൻ ബിഹേവിയർ ആവുന്ന സമയത്ത് ലീഡർ സബോർഡിനേറ്റ്സിൻ്റെ ഫീലിങ്സിനും ഐഡിയാസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്രണ്ട്ലി, സപ്പോർട്ടീവ്, വാം ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലീഡർ ഫോളോ ചെയ്യുന്നത്. Contingency theory. The main assumption of contingency theory is that the behavior of an appropriate leader varies from one situation to another. The motive of a contingency theory is to identify key situational factors and to specify how they interact to determine appropriate behavior of a leader. The three important and widely accepted contingency theories of leadership are as follows. First one, LPC theory or least preferred coworker theory. അതായത് കണ്ടിൻജൻസി തിയറിയാണ് നെക്സ്റ്റ് തേർഡ് ലീഡർഷിപ്പ് തിയറി ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് തിയറി ട്രേറ്റ് തിയറി, സെക്കൻഡ് തിയറി ബിഹേവിയറൽ തിയറി, തേർഡ് തിയറിയാണ് കണ്ടിൻജൻസി തിയറി വരുന്നത്. ഇതിൽ പറയുന്നത് ലീഡേഴ്സിൻ്റെ ബിഹേവിയർ സിറ്റുവേഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു സിറ്റുവേഷനിലുള്ള ബിഹേവിയർ ആയിരിക്കില്ല അടുത്ത സിറ്റുവേഷനിൽ വരിക. ഒരു നല്ല ലീഡറിൻ്റെ ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷനാണ്. ഒരു കണ്ടിൻജൻസി തിയറീൻ്റെ ബേസിക് മോട്ടീവ് എന്ന് പറയുന്നത് ഒരു കീ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് ഈ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഒരു ലീഡർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ കണ്ടിൻജൻസി അതായത് സിറ്റുവേഷണൽ ബേസിലുള്ള തിയറിയാണ്. സിറ്റുവേഷൻ ബേസിൽ കറക്റ്റ് ഡിസിഷൻ ലീഡർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന ഒരു തിയറിയാണ് കണ്ടിൻജൻസി തിയറി. ലീഡ് സിറ്റുവേഷണൽ ബേസ്ഡ് ബിഹേവിയർ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
ആ സിറ്റുവേഷണൽ ബേസ്ഡ് ബിഹേവിയർ ആണ് ഒരു അപ്രോപ്രിയേറ്റ് ലീഡർ ബിഹേവിയറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ കണ്ടിൻജൻസി തിയറിൻ്റെ 3 തിയറീസ് സബായിട്ട് വരുന്നുണ്ട്. വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടിൻജൻസി തിയറീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ തിയറി. The first contingency theory of leadership is Fred Fielder's least preferred coworker model. Fielder identified 2 types of leadership, task-oriented and relationship-oriented. Fielder believes that a leader's tendency to be task-oriented or relationship-oriented remains constant. In other words, a leader is either task-oriented or relationship-oriented while leading his group members. Fielder used least preferred coworker scale to measure the type of leadership. A leader is asked to desirable characteristics of a person with whom he or she is least comfortable while working. They can do this by marking in a set of 16 scales at each end by positive or negative. ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രെഡ് ഫീൽഡർ ആണ്. ഫീൽഡർ 2 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പും. ഫീൽഡർ പറയുന്നത് ലീഡറിൻ്റെ ടെൻഡൻസി ടാസ്ക് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡോ എല്ലാ സിറ്റുവേഷനിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ലീഡർ ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ലീഡർ പറയുന്നത്, അല്ല ഫീൽഡർ പറയുന്നത്. അതായത് ലീസ്റ്റ് പ്രിഫറൻറ്റ് കോവർക്കർ തിയറിയിൽ 2 ടൈപ്പ് ലീഡർഷിപ്പ് പറയുന്നുണ്ട്, ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പും. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ക്വാളിറ്റി ആയിരിക്കും ഒരു ലീഡറിന് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഫീൽഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡർ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണെന്നുള്ളത് നോക്കാൻ വേണ്ടി. ഒരു ലീഡറോട് ഡിസൈറബിൾ ആയിട്ടുള്ള അദ്ദേഹം ഒരു ലീസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കേഴ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ആസ്ക് ചെയ്യാൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് 16 സ്കെയിൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് മെഷർ ചെയ്തിട്ട് അറ്റ് ദി എൻഡ് നമ്മളൊരു പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. According to Fielder, the contingency factors favors the situation from leader's point of view. The factor is determined by leader-member relations, task structure and position power, which are discussed below. ഫീൽഡറിൻ്റെ ഒപ്പീനിയനിൽ കണ്ടിൻജൻസി ഫാക്ടേഴ്സ് ബേസ് ചെയ്യുന്നത് സിറ്റുവേഷൻ്റെ ബേസിലാണ്. അതായത് ഈ സിറ്റുവേഷനാണ് നമ്മുടെ ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാർ സ്ട്രക്ചർ, പൊസിഷൻ പവർ, ഇതെല്ലാം തന്നെ സിറ്റുവേഷൻ ഫാക്ടേഴ്സാണ് ഫീൽഡറിൻ്റെ ഒപ്പീനിയനിൽ ഡിഫൈൻ ചെയ്യുന്നത്. leader member relations. A leader member relation refers to the nature of relationship between leader and his work group. If leader and group enjoy mutual trust, respect, confidence, and they like one another, relations will remain good. If there is little trust, respect, or confidence, they do not like one another, relations will remain bad. Good relations are assumed to be favorable and bad relations are unfavorable. ഇവിടെ ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് നല്ല പോസിറ്റീവ് ആണെങ്കിൽ, രണ്ടുപേർക്കും പരസ്പരം ട്രസ്റ്റും റെസ്പെക്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വർക്കും അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാനും ആ ഗ്രൂപ്പ് നല്ല ടീമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതർവൈസ് അവിടെ ഒരു ബാഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ
അത് വർക്കിൻ്റെ എഫിഷ്യൻസിനെയും ആ ടീമിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഗുഡ് റിലേഷൻസ് ആണെങ്കിൽ അവിടെ ഒരു ഫേവറബിൾ കണ്ടീഷൻസും ആയിരിക്കും, ബാഡ് റിലേഷൻ ആണെങ്കിൽ അവിടെ ഒരു അൺഫേവറബിൾ കണ്ടീഷനുമായിരിക്കും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഫേവറബിൾ സിറ്റുവേഷൻസ് ആണ് കണ്ടിൻജൻസി തിയറീനെ ബേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫീൽഡർ പറയുന്നത്. സിറ്റുവേഷൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ലീഡർഷിപ്പിനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ടാസ്ക് സ്ട്രക്ചറാണ്. ടാസ്ക് സ്ട്രക്ചർ ഈസ് ദി ഡിഗ്രി ടു വിച്ച് ഗ്രൂപ്പ്സ് ടാസ്ക് ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. വെൻ ടാസ്ക് ഈസ് റൂട്ടീൻ, ഈസിലി അണ്ടർസ്റ്റുഡ് ആൻഡ് unambiguous, when the group has standard procedures, the structure is assumed to be high. When task is non-routine, ambiguous, complex with non-standard procedures and precedents, structure is assumed to be low. High structure is more favorable for the leader and low structure is unfavorable. If task structure is low, the leader will have to play major role in guiding and directing group. അതായത് നെക്സ്റ്റ് ടാസ്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഒരു ഗ്രൂപ്പിൻ്റേത് ടാസ്ക് സ്ട്രക്ചർ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണെങ്കിൽ, റൂട്ടീനായിട്ട് ഒരു ടാസ്ക് സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത് എങ്കിൽ ആ ഗ്രൂപ്പിന് വർക്ക് പെർഫോമൻസ് നല്ല എഫിഷ്യൻ്റായിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നോൺ റൂട്ടീൻ അല്ല കോംപ്ലക്സ് ആണെങ്കിൽ അവിടെ ബുദ്ധിമുട്ടായിരിക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ സ്ട്രക്ചറാണ് ഒരു ലീഡറിനെ സംബന്ധിച്ചിട്ട് ഫേവറബിൾ ആയിട്ട് വരിക. കാരണം അത് ആവുന്ന സമയത്ത് അവിടെ മറ്റുള്ളവർക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനും ലീഡർക്ക് ക്ലിയർ ആയിട്ട് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഇനി ടാസ്ക് സ്ട്രക്ചർ ലോ ആവുന്ന സമയത്ത് അവിടെ ലീഡർ എപ്പോഴും സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് പൊസിഷൻ പവർ. Position power is the power vested in the position of a leader in an organization. If the leader has power to assign work, administer rewards and punishment, recommend employees for promotion or demotion, position power is assumed to be strong. If leader does not have required powers, the position power is weak. From leader's point of view, strong position power is favorable and weak position power is unfavorable. ഇനി ലീഡറിന് നല്ല പൊസിഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ, അതായത് എംപ്ലോയീസിനെ പ്രൊമോഷൻ ഡിമോഷൻ അല്ലെങ്കിൽ പണിഷ് ചെയ്യാനൊക്കെയുള്ള പവർ ഒരു ലീഡറിനുണ്ടെങ്കിൽ അത് ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ പവറാണ്. അങ്ങനെ ഒരു പവർ ഉണ്ടാകുന്ന സമയത്ത് സബോർഡിനേറ്റ്സ് ഓട്ടോമാറ്റിക്കലി ലീഡറിനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒബേ ചെയ്യും. ഇനി ലീഡറിന് പൊസിഷൻ പവർ കുറവാണെങ്കിൽ, ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാനോ റിവാർഡ് കൊടുക്കാനോ പ്രമോഷൻ കൊടുക്കാനൊന്നുള്ള പവർ ഇല്ല എങ്കിൽ അവിടെ ലീഡറിന് ലോ പൊസിഷൻ പവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ലീഡറിന് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സിറ്റുവേഷനാണ് ലീഡർഷിപ്പിൽ ഉണ്ടാവുക. ഇത്രയുമാണ് കണ്ടിൻജൻസി തിയറിൻ്റെ ബേസിൽ LPC തിയറി പറയുന്നത്. ലിസ്റ്റ് പെർഫോമൻസ് കോവർക്കർ തിയറി അല്ലെങ്കിൽ ഫീൽഡറിൻ്റെ ഒപ്പീനിയനിൽ കണ്ടിൻജൻസി തിയറിയിൽ പറയുന്നത് കണ്ടിൻജൻസി ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒന്ന് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ടാസ്ക് സ്ട്രക്ചർ, പൊസിഷൻ പവർ. ഇതിൻ്റെ എല്ലാം ബേസിലാണ് ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ്, ഫേവറബിൾ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഫീൽഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.